ഹലോ ഗൈസ്, പുതുവഴിക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഒരു പടത്തിന് പോവുകയാണ്. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ ഏത് പടം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മമ്മൂക്ക ഒരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന പടമായ നമ്മുടെ കലംകാവൽ കാണാൻ പോവുകയാണ്. സോ ഞാനും അധ്യക്ഷൻ കൂടി പോവുകയാണ്. സോ നമുക്ക് ഫസ്റ്റ് ഡേ എന്ന് കാണുന്നെന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രി ഷോയ്ക്ക് പോവുകയാണ്. സോ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ മമ്മൂട്ടിയുടെ ഡാർക്ക് ഷെയ്ഡുള്ള കളങ്കാവൽ കണ്ടു വന്നിരിക്കുകയാണ്. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? അടിപൊളി സിനിമയാണ്. സോ ഗൈസ്, കിടിലനാണ്. അതെ, നമ്മളിതുവരെ കാണാത്തൊരു മമ്മൂട്ടീനെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ആ ട്രെയിലറിലെ ലാസ്റ്റ് കാണിക്കുന്ന സാധനം കുറേ കാണാൻ പറ്റും. നിങ്ങൾ ട്രെയിലർ അത് ശ്രദ്ധിച്ചെങ്കിൽ ആ സാധനം കുറേ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സിഗ്നേച്ചർ മാർക്കാണ് അത്. ഇൻ്റർവൽ ബ്ലോക്കിലാണ് അത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നെ പടം മൊത്തത്തിൽ ഒരു വെറൈറ്റി സാധനമാണ്. നമ്മളിങ്ങനെ ഒരു സംഭവമൊന്നും പ്രതീക്ഷിക്കുന്നില്ല, സംഭവങ്ങളൊന്നുമില്ല. പിന്നെ മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ സൈനൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സൈനൈഡ് മോഹനുമായിട്ടുള്ള ഒരു ബന്ധം ഉള്ള റിയൽ ലൈഫ് അങ്ങനത്തെ സ്റ്റോറിയല്ല. പക്ഷെ ഒരു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ വിനായകൻ ഒരു പോലീസ് വേഷത്തിൽ വരുന്നത് കുറച്ച് അടിപൊളി ആയിട്ട് തോന്നി. കാരണം സെറ്റായിട്ടുണ്ട് പുള്ളി. അല്ലാതെ വേറൊരാൾ ഈ ഒരു വേഷം ചെയ്ത് തന്നെ സെറ്റാവും എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മമ്മൂക്ക ഡാർക്ക് ഷെയ്ഡ് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറേ പെണ്ണുങ്ങളുണ്ടെന്ന് അറിയാലോ. അവർ വന്ന് പോയവരൊക്കെ അവരുടേതായ രീതിയിൽ. ആകെ രജിഷ വിജയെന്ന് മാത്രമാണ് കുറച്ചധികം സ്ക്രീൻ സ്പേസ് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളവർ ജസ്റ്റ് വന്ന് പോകുന്ന ഒരു ഷോട്ടുകളാണ്. പക്ഷെ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നവർ ചെയ്തിട്ടുണ്ട്. ഇതെന്തിൻ്റെ സൗണ്ടാണ്? സോ ഗൈസ്, ഇതാണ് നമുക്ക് റിവ്യൂ ആയിട്ട് പറയാനുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സീൻ ഒരു രക്ഷയില്ല. ചില സ്ഥലത്തെ എലിവേറ്റ് ചെയ്ത് പോയേക്കുന്നൊക്കെ മറ്റേ ഇൻ്റർവൽ സീക്വൻസിന് മുമ്പ് അങ്ങടാൻ തോന്നുന്നു. ഒരു സ്ഥലത്ത് മമ്മൂട്ടി നടന്നു പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരുന്ന ഒരു സാധനം തന്നെ ആ ഒരു സീനെ എലിവേറ്റ് ചെയ്ത് ഞങ്ങൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ആകെ രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമുക്ക് എന്തിനാന്നുള്ളൊരു തോന്നൽ വന്നത്. ഒരു സീൻ, ഒരു ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ഒരു സംഭവം പടത്തിൽ ആവശ്യമുണ്ടായിരുന്നു എന്നും ഒരു തോന്നലുണ്ടായിരുന്നു. അത് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് കാണിച്ചു പോയ പോലെയാണ് തോന്നിയത്. സോ എന്തായാലും പടം അടിപൊളിയാണ്. തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് നമ്മുടെ റിവ്യൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി വ്ളോഗായിരുന്നു എല്ലാവർക്കും.